അത്യാവശ്യം എല്ലാ ഫീൽഡിലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട്. സൈബർ സെല്ലായാലും പോലീസ് വകുപ്പിലായാലും എല്ലാം ഹൈ ലെവലിലുള്ള ആൾക്കാരും. അപ്പോൾ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വരെ റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ നമസ്കാരം, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഇന്നലെ വന്നിട്ടുള്ളൊരു വീഡിയോയിലെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ. 2 ദിവസം മുന്നേയും ഇതേ ചാനലിൽ ഇതേ ടോപ്പിക്കിലൊരു വീഡിയോ വന്നിട്ടുണ്ട്. ദീപ്തി സീതത്തോട് അല്ലെങ്കിൽ ദീപ്തി ടീച്ചർ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം ഈ വീഡിയോ കാണുന്നവർക്ക്. അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ദീപ്തി ടീച്ചറുടെ ഈ ഒരു ദീപ്തി സീതത്തോട് എന്നുള്ള പേര് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനൽ കാണാൻ വന്നിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ പഴയ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഞാൻ ഒറ്റ വീഡിയോ അവരെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിരുന്നില്ല. അത്യാവശ്യം നല്ല റീച്ചുള്ള വീഡിയോ തന്നെ ആയിരുന്നു മറ്റേ നമ്മുടെ പഴയ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ വീണ്ടും എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് കുട്ടികളൊക്കെ വരുന്നുണ്ട്. സ്പെഷ്യലി പെൺകുട്ടികൾ അല്ലേ, സ്ത്രീകളും പെൺകുട്ടികളും നല്ലൊരു വരുമാന സ്രോതസ്സായിട്ടും പിന്നെ സ്വയം ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ പല കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നുണ്ട്. റീൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവരൊക്കെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലി ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ കോണ്ടന്റ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് പേഴ്സണലി ഹരാസ് ചെയ്യുന്നത് ഈ കമൻസ് ആണ്. വളരെ അധികം മോശം രീതിയിലുള്ള കമൻസാണ് ഏറ്റവും നല്ലൊരു വിഭാഗം ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്കിൽ സോ കോൾഡ് കാറ്റഗറി അമ്മാവനും അമ്മായിമാരും, അതായത് കുറേ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് അമ്മാവൻ ഫേസ്ബുക്ക് അമ്മായി എന്ന് പറയും. ഇവർ ഇതുപോലെ ഒരുപാട് ഈ തെറി കമൻറ്റ് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. തെറി കമൻറ്റുകൾക്ക് തിരിച്ച് തെറി പറഞ്ഞാൽ മതിയായിരിക്കാം. പക്ഷെ ചില കമൻസ് ഉണ്ട്, ഈ കമൻസ് ശരിക്കും നമ്മളെ ഇമോഷണലി ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ആ കമൻറ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. നമുക്ക് ഡിപ്രഷനിലേക്കാണ് ഈ പല പിന്നെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ ചെറിയ വീക്ക്നെസ് അല്ല, അവർക്ക് ഏത് ഭാഗത്ത് തട്ടിയാലാണോ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് വായിച്ച സമയത്ത് കംപ്ലീറ്റ്ലി ആൾ മോറലി തന്നെ ഡൗൺ ആയി പോകും. ഈ രീതിയിൽ തെരഞ്ഞു പിടിച്ച് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ ചാനലിലും അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തെറി എന്നുള്ള ലൈനിലാണ് പോവുക. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോകും. പക്ഷേ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരൊന്നും ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതെങ്കിലും പക്ഷേ ചില സമയത്ത് നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 ഇൻസിഡൻറ്റ് ഞാൻ പറയാം ഈ ഒരു വീഡിയോയിൽ. ഞാൻ ഈ ദീപ്തി ടീച്ചറുടെ ഈ വീഡിയോ റെഫറൻസ് ആയിട്ട് എടുക്കാൻ കാരണം വെച്ചാൽ ഇപ്പോൾ അവരാണ് ഇപ്പോൾ ഈ ഒരു കേസ് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് എന്താ പറയുക കുറച്ച് ആളുകൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്, ജസ്റ്റ് വൺ ഓഫ് ദി അക്കൗണ്ട് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഫേക്ക് ID ഫേക്ക് കമൻറ്റുകൾ ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ റാണി പി സദാശിവൻ 7455 ഞാനിപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കാം. ഈ ഒരു ID-ന്ന് ഇതുപോലുള്ള ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന ആൾക്കാരെ, സ്ത്രീകളെ കേട്ടോ, പുരുഷന്മാരും സ്ത്രീകളും 2 പേരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇമോഷണലി അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇടുന്ന ഒരു ലേഡി ഉണ്ട്. അവരുടെ ആക്ച്വലി അവർ ഇപ്പം നമുക്ക് ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ ID വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്നില്ല, അത് മനസ്സിലാക്കുക. സൈബർ സെല്ലാണെങ്കിലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ വിചാരിച്ചിട്ടാണെങ്കിലും പറ്റാത്ത സംഭവമൊന്നുമില്ല. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് സത്യം തന്നെയാണ്. പക്ഷെ ഒരാളതിന് മെനക്കെട്ട് ബുദ്ധിമുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള രീതി ഉണ്ട്, സത്യമാണ്. അപ്പം അത് തന്നെയാണ് അവർ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ അവരുടെ വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം ജസ്റ്റ് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഡാനീസ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവർക്കും ഇതേ സെയിം ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുകയാണ്, നിങ്ങളൊരു ലേഡിയാണ്, പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങളെ ഏത് രീതിയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് മാക്സിമം ഏത് രീതിയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് മാക്സിമം തട്ടുക എന്നുള്ളത് ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ രീതിയിൽ ഇവർ അറ്റാക്ക് ചെയ്യും. സ്പെഷ്യലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അവർ ടീച്ചറിൻ്റെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്പെഷ്യലി പെൺകുട്ടികൾ എന്നൊരു ഇപ്പോൾ പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടായിരിക്കാം ഒരാൾ ഓരോ സംരംഭം തുടങ്ങുന്നത്, ഓരോ കാര്യവും ജീവിതത്തിൽ ചെയ്യുന്നത്. സ്പെഷ്യലി സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇനീഷ്യലി നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അവെയർ ആയിരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ പല ആൾക്കാരും വരുമ്പോൾ
ചില കമൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ കമന്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് പല വീട്ടുകാരുടെ എതിർപ്പ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ആണെന്നുണ്ടെങ്കിലും വീട്ടുകാരുടെ വാപ്പാന്റെ സഹോദരങ്ങളുടെ ഒക്കെ എതിർപ്പൊക്കെ കൊണ്ടായിരിക്കാം കുട്ടികളൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. എതിർപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു പ്രതീക്ഷയോട് കൂടിയായിരിക്കാം അതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ ആൾക്കാർ ഈ പോയിന്റ് ചെയ്ത് കമന്റ് ഇടുമ്പോൾ അവർക്കും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലും, അല്ലെങ്കിൽ അവരുടെ തന്നെ ഫാമിലിയിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്ന രീതിയിലാണ് ഈ ഒരു കമന്റ്സ് മാറുക. അപ്പോൾ ഞാൻ ഈ ഒരു സമയം കളയുന്നില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പിന്റെ കംപ്ലീറ്റ് ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതിന്റെ കൂടെ ഡാനിഷ് ഡേയ്സിന്റെ ആ ഒരു വീഡിയോ ക്ലിപ്പും, ഇവർക്ക് രണ്ടുപേർക്കും വന്നിട്ടുള്ള വീഡിയോ ക്ലിപ്പ്, എന്നിട്ട് നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്. ഇവർ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ മുഖം മറച്ചിട്ടാണല്ലോ കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇത് ഒരു സെൽഫോൺ ഉണ്ട്, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ഡേറ്റ ഉണ്ടെങ്കിൽ, നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഇരുന്നിട്ട് ആർക്കെതിരെയും മുഖമില്ലാതെ എന്തും വിളിച്ചു പറയാ എന്ന് വിചാരിക്കുന്ന സമയത്ത് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, മുകളിലൊരു വ്യക്തിയുണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ സംഭവം ഉണ്ട്, ഇവിടെ നിയമ സംവിധാനം, പിന്നെ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ കേസാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കേസ് എന്താ അറിയോ, നമ്മളെക്കാളും എത്രയോ ബോധമുള്ള ആൾക്കാർ, എത്രയോ വിവരം ഇതുള്ള IQ കൂടുതൽ ആൾക്കാർ, വിവരമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ദി അതർ പേഴ്സൺ സിറ്റിംഗ് ഓൺ ദി അതർ സൈഡ്, അല്ലേ, ആ വ്യക്തി ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെക്കാളും ഒന്നും കൂടി ഫോർവേഡ് തിങ്ക് ചെയ്യാൻ കഴിവുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ യു ആർ സ്ക്രൂഡ് അപ്പ്, നിങ്ങൾ കുടുങ്ങിപ്പോയി. അത് മനസ്സിലാക്കുക. ജസ്റ്റ് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. പേര് മേലെ വരും കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുമ്പിള്ളക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് എന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവരെ ബീപ്പ് ആ കൂട്ടിട്ടൊരു പദം ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് നന്നായി റീച്ച് ആകാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക. അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക. എന്നിട്ട് കാമുകനുമായി വ്യഭിചരിച്ച് നടക്കുക, കുട്ടികൾ കാണരുത്. അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി. ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്ക് മര്യാദക്കൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പെണ്ണുമ്പിളെ തിരക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കാട്ടിൽ അവിഹിതമായി ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള വ്യഭിചാര കഥകൾ പുറത്തായപ്പോൾ കമന്റുകളിലൂടെ നാട്ടുകാർ അയച്ച് ചോദിച്ചപ്പോൾ തുടങ്ങി ഇവൾ ഗർഭിണിയാണോ. അവസാനം ഇത് അവരൊരു വേറെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ കമന്റ് അവിടെ പോയിട്ട് കമന്റ് ഇട്ടാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഒരു ഡാനിഷ് ഡേയ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനിടയിൽ വന്നിട്ട് ഇമോഷണലി ടാർഗറ്റ് ചെയ്തിട്ട് കമന്റ് ഇടും. മോശം കമന്റ് ഇൻ ദ സെൻസ് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല. അതായത് ബേസിക്കലി ഈ വ്ളോഗ് ചെയ്യുന്നവരെ കുറിച്ചൊന്നും അറിയില്ല. അവരിടുന്ന 25 മിനിറ്റ് 30 മിനിറ്റ് അതേ ഇപ്പം നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ എന്നാലും അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കണം ഇവരൊക്കെ വരുന്നത്. പക്ഷെ അതല്ല ഇഷ്യൂ, ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയും എന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തിട്ട് കമന്റ് ചെയ്യും. ഇപ്പോൾ ഇവർ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ അവരൊരു റിയാക്ഷൻ വീഡിയോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു കോണ്ടന്റ് എടുത്തൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി വീഡിയോ റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്തതിൻ്റെ അടിയിൽ പോയിട്ട് ഇവരെ കുറിച്ച് കമന്റ് ചെയ്യും. അതായത് ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് കമന്റ് ചെയ്യും. കമന്റ് ചെയ്യുന്ന സ്വഭാവം എങ്ങനെയാണെന്നറിയോ, ഈ വ്യക്തിയെ പേഴ്സണലായിട്ട് എനിക്ക് ഇവരെ അറിയാം എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഇവർ കമന്റ് ഇടുക. ഇതുപോലെ ഒരു റിയാക്ഷൻ വീഡിയോയുടെ അടിയിൽ കൊണ്ട് ഇവർ കമന്റ് ഇട്ടു. കമന്റ് ഇട്ടത് കണ്ടിട്ട് ഈ ദീപ്തി എന്ന് പറഞ്ഞാൽ അവരൊരു ടീച്ചറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപ്തി ടീച്ചർ എന്ന് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് സീരിയസ്ലി അവർ പഠിപ്പിക്കുകയാണോ കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ. ഇനി ഒരു കാര്യം എനിക്കറിയാം, അവർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് അവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്ന ആളാണെന്ന് അറിയാം. ഈ എന്താ പറയുക, ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിനൊക്കെ കാട്ടിലൊക്കെ പോയിട്ട് അവർക്ക് ഒരുപാട് അവർ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാലോ. അപ്പോൾ ഇവർ പഠിപ്പിച്ചവരുടെ കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ ഈ ഇതുപോലെ ടോപ്പിക്ക് കാണുന്ന സമയത്ത് ഇപ്പോൾ അവരെ അറിയുന്നവർ ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് നോക്കും. ഇതുപോലെ പല വീഡിയോസിൻ്റെ അടിയിൽ പോയി നോക്കുന്ന സമയത്ത് ഇവർ കമൻസ് കാണും. എൻ്റെ അടിയിൽ ഈ കമൻറ്റ് എന്താണെന്നറിയോ, ഇവരെ പേഴ്സണലി അറിയുന്ന രീതിയിലുള്ള കമൻസാണ്. അതായത് അവരുടെ പേഴ്സണൽ ലൈഫിനെ വരെ, അതായത് ബേസിക്കലി ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ അവരുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ്
കമൻസ് ഇടുക. അപ്പോൾ ആ ഒരു കമൻറ്റാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് കേട്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് ഡാനീസ് ഡേയ്സിന് വന്നിട്ടുള്ള ചെറിയൊരു അതും കൂടി കാണിക്കാട്ടോ. അവർക്കും 7 മാസം മുന്നേ അവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടും ഇതേപോലെ കമൻറ്റ് ഇട്ടിട്ട് അവരതിന് ഞാൻ വളരെ നിഷ്കളങ്കത്തിൽ ആ ലേഡി അതിന് ഡാനിയുടെ വൈഫ് ആ ലേഡി അതിനിരുന്ന് മറുപടി കൊടുക്കുന്നൊരു സംഭവം കണ്ടു. See, these people are ഇവരെന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവരുടെ വൈഫ് ഒരു അച്ചു എന്ന പേര് വന്ന് അവർ സീരിയസ്ലി ഈ കമൻ്റൊക്കെ വായിച്ചിട്ട് അവർ ഭയങ്കര ഇമോഷണലായിട്ടാണ് അവർ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലേഡി ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാണ്. ഇനി ഈ ലേഡി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണും. കണ്ടതിന് ശേഷം നമ്മൾ ആരാണ് ആ ലേഡി എന്നുള്ളത് ഇവർ കണ്ടെത്തുന്നുണ്ട്. അവരെ ഡയറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. നിയമപരമായിട്ട് അവർ നേരിടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ എഴുതുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ എഴുതി വിടുന്ന കമൻ്റ് ആയിരിക്കാം. പക്ഷേ ആ കമൻറ്റുകളിൽ വളരെയധികം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും. നിങ്ങൾ നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് അതിലുണ്ടാവും. അത് അറിഞ്ഞിട്ട് മാത്രം ഈ പണിക്ക് നിൽക്കുക. ഈ ഡാനിസ് ഡേയ്സിന്റെ എക്സ്ട്രാ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാട്ടോ. റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിപ്പോഴത്തെ കുറച്ച് മാന്യതികളായ പെണ്ണുങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകളുണ്ട്. പക്ഷെ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല. കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവൂ. പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും. പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു. അതാണ് അതിനകത്ത് വ്യത്യാസം. വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല. എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഗർഭം ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല. എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത്? ഇങ്ങനെ 1 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ അത് പാതിവൃത്യം അതല്ലേ? അതിന് പതിവ്രത അല്ല, അവള് വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. എല്ലാം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം. അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കുറെ ചേച്ചി കുറെ പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട്. എന്നാൽ ഒരു കുട്ടിയാകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിലുകളാ. എന്തവാ 2 ഒലക്കയുടെ മൂട്. ചേച്ചി ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മൂട് അറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ ജോലിക്ക് പോയിരുന്നു. ഈ കമന്റ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. ഈ കമന്റ് വന്നിരിക്കുന്നത് റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ നിന്നാണ്. യൂട്യൂബ് ഗൂഗിൾ ഐ ഡി എന്നാണ്. അപ്പം ഈ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുമ്പോൾ 2 വീഡിയോ ആണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ 2 വീഡിയോ എന്തോ ക്ഷേത്രത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അവിടെ എന്തോ ഒരു തൂക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ വളരെ യാദൃശികമായിട്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഒരു വീഡിയോയിൽ അവർ ഈ വോയിസ് ഓവർ പോലെ വോയിസ് സ്പീഡാക്കിയിട്ട് വോയിസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്തോ ചെയ്യണം. അവർ ഈ വോയിസിന്റെ ഇടയ്ക്ക് പിന്നെ ഈ ലേഡിയുടെ മുഖം അറിയാതെ ക്യാമറ അവർ നേർക്ക് തിരിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു കേസ് പറഞ്ഞില്ലേ, ദൈവം എന്ന് പറഞ്ഞ ആളെ മുകളിൽ കാണുന്നത് ചെറിയൊരു ലൂപ്പ് ഹോൾ അവിടെ വന്നു. അവരുടെ ഫേസ് റിവീലായി. ഈ വ്യക്തി വേറൊരു ചാനലിൽ ഒരു കുക്കിംഗ് ഉണ്ടോ, എന്താ തക്കാളി കറിയോ മെഴുക്ക് വരട്ടിയോ എന്തൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും അറിയാത്ത രീതിയിൽ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നടത്തുന്ന ഒരു ലേഡിയാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ട് അവർ കയ്യോടെ പൊക്കാൻ പോവുകയാണ്. ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് ഇവിടെ കാണട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും ജസ്റ്റ് പ്ലേ ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ അക്കയുടെ കുലിശിതങ്ങൾ. ഞാനൊരു പുതിയ ചാനൽ, എന്തൊരു പഞ്ചപാവമാണ് എൻ്റെ അക്ക. ഈ പാവത്തിനെ പറ്റിയാണോ നമ്മൾ ഈ അപവാദമൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തെറ്റാൻ തോന്നുന്നില്ലേ? എന്റെ തങ്കക്കുടത്തിനെ പറ്റി ആരും അപവാദം പറയല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ people are frustrated, so frustrated that നമുക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അങ്ങനത്തെ ആൾക്കാരെ കാണുള്ളൂ. ഡയറക്റ്റ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ദിസ്. സംഭവം എന്ന് വെച്ചാൽ യു ആർ ദാറ്റ് മച്ച് ഫ്രസ്ട്രേറ്റഡ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ല. ആൻഡ് യു സീ ദാറ്റ് നിങ്ങൾ കാണുന്നു മറ്റു വ്യക്തി
നല്ല രീതിയിൽ മുന്നേറി പോകുന്ന സമയത്ത് ചേട്ടാ അവന് ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു വൃത്തികെട്ട തരം അസുഖത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു തരം ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന ഒരു കൃമികടിയാണ് ഈ ഒരു സംഗതി. അപ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഏത് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അമ്മാവന്മാർ, അമ്മായിമാർ, പെങ്ങന്മാർ, എല്ലാവരും ഏത് സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കുക, അൾട്ടിമേറ്റ്ലി വൺ ഡേ നിങ്ങൾ പിടിക്കപ്പെടും. അപ്പോൾ ആ ഒരു രീതിയിൽ സംഗതി ക്ലിയർ ആക്കി വെച്ചിട്ട് മാത്രം ചെയ്യുക സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ഇപ്പം നമ്മളൊക്കെ പല കാര്യങ്ങൾ പറയുന്നത് നമ്മളെ ഫേസും കാര്യങ്ങളും ഐഡൻറ്റിറ്റി എല്ലാം എക്സ്പോസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് ബിക്കോസ് യുവർ ഐഡൻറ്റിറ്റി ഇസ് നോട്ട് റിവീൽഡ് നിങ്ങൾ ഡസൻ മീൻ ഡാറ്റ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ഈസി ഗോയിങ് ആയിരിക്കില്ല എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എപ്പിസോഡ്, ഒരു അനദർ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താ വേറൊരു ഇൻസിഡൻറ്റ് കൂടിയാണിത് കേട്ടോ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവർ ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഒരു പ്രശ്നമില്ല. കമൻറ്റ് എല്ലാവർക്കും, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ തന്നെയാണ് ഓരോ കോണ്ടന്റ് ക്രിയേറ്ററും വീഡിയോ ഇടുന്നത്. അതല്ലാതെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഓരോ കോണ്ടന്റ് ക്രിയേറ്ററും കോണ്ടന്റ് ഈ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനാണ്. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഡേറ്റ, സമയം, വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ, പൈസ ഒക്കെ പോട്ടെ, നിങ്ങളുടെ സമയം മെനക്കെടുത്തിട്ട്. സോ യു ഹവ് ഗോട്ട് എവറി റൈറ്റ് ടു കമൻറ്റ്. പറയാനൊന്നുണ്ട്, പക്ഷേ ഒരാളെ മോശമാക്കുന്ന രീതിയിൽ, മോറൽ സൈഡ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ, മോശമാക്കുന്ന രീതിയിൽ അത് ചെയ്യാതിരിക്കുക. ദർ ആർ പീപ്പിൾ ഹു സ്റ്റിൽ ഡു ഇറ്റ്. അവർ ചെയ്യാം, പക്ഷെ അവരുടെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഈ വീഡിയോ ലെങ്ത് ചെയ്ത് തോന്നുന്നുണ്ട്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.